പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലൈഫ് ലോങ് ഡിമാൻഡുള്ള രണ്ട് ബിസിനസ്സുകളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തെ ബിസിനസ്സിനെ പറ്റിയിട്ട് സംസാരിക്കാം. വലിയ വലിയ ഇൻഡസ്ട്രികളിലേക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ പക്കലുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ചില കമ്പനികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണിത്. ഈ ഒരു പ്രോഡക്റ്റ് ഇല്ലാതെ അവരുടെ ബിസിനസ് മുന്നോട്ട് പോകില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഉണ്ടാക്കിയാൽ അത്രത്തോളം തന്നെ വിറ്റ് പോകും. അപ്പോൾ എന്താണ് ഈ ഒരു ബിസിനസ് എന്നും ഇത് എങ്ങനെ ആരംഭിക്കാമെന്നും നോക്കാം. ഈ ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ലൈഫ് ലോങ് ഡിമാൻഡ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നിങ്ങൾ പ്രോഡക്റ്റ് മേക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതി. നിങ്ങളുടെ പക്കൽ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞാൽ കസ്റ്റമർ നിങ്ങളെ തേടിയെത്തും. വലിയ വലിയ കമ്പനികൾക്കൊക്കെ ഇത് ധാരാളമായിട്ട് ആവശ്യമായിട്ട് വരുന്ന ഒന്നുകൂടിയാണ്. മാർക്കറ്റിംഗിന് വേണ്ടി നിങ്ങൾക്ക് വലിയ എഫേർട്ടൊന്നും എടുക്കേണ്ടി വരില്ല. ഈ ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇത് ഹൈ ഇൻവെസ്റ്റ്മെന്റിലും ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ലോ ഇൻവെസ്റ്റ്മെന്റിലും ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം പണമുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആരംഭിച്ച് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഒരുപക്ഷെ നിങ്ങൾ ലോ ഇൻവെസ്റ്റ്മെന്റിലാണ് ഇത് തുടങ്ങുന്നത് എങ്കിൽ പോലും നിങ്ങൾക്ക് നല്ലൊരു റിട്ടേൺ ഇതിൽ നിന്ന് തീർച്ചയായിട്ടും കിട്ടും. 2000 സ്ക്വയർ ഫീറ്റിന്റെ സ്ഥലം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു വലിയ രീതിയിൽ ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. ഇനി ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് വലിയ ക്വാളിഫിക്കേഷൻസോ വലിയ അറിവോ ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. ആർക്ക് വേണമെങ്കിലും ഈ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റും. ബിസിനസിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരുന്നാൽ മതി. സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ആർക്ക് വേണമെങ്കിലും ഈ ഒരു ബിസിനസ് ചെയ്യാം. ഈ ഒരു ബിസിനസ് എങ്ങനെ തുടങ്ങാമെന്നും റാ മെറ്റീരിയൽസ് എവിടെ നിന്ന് കിട്ടാമെന്നും എങ്ങനെ ലാഭം ഉണ്ടാക്കാമെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നമ്മൾ ആദ്യമായി പരിചയപ്പെടുത്തുന്ന ഐസ് ബ്ലോക്ക് മേക്കിംഗ് പ്ലാന്റ് ബിസിനസ് ആണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ ഒരു പ്രോഡക്റ്റ് ഇല്ലാതെ പല മേഖലകളിലും അവിടെ ബിസിനസ് നടക്കില്ല. ഫിഷ് ഏജൻസി ആണെങ്കിലും ജ്യൂസ് ഷോപ്പ് ആണെങ്കിലും തുടങ്ങി ധാരാളം വ്യവസായങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റോറേജ് പ്ലേസുകളെ സംബന്ധിച്ചിടത്തോളം അവിടെയും ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. എന്നാൽ കുറച്ച് ലേബേഴ്സ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. നിങ്ങളൊരു ചെറിയ പ്ലാന്റ് ആണ് തുടങ്ങുന്നതെങ്കിൽ പോലും 5 പേരെങ്കിലും അവിടെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഐസ് ബാർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇപ്പോൾ സെമി ഓട്ടോമാറ്റിക് മെഷീൻ ഉണ്ട്, ഫുൾ ഓട്ടോമാറ്റിക് മെഷീൻ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് മെഷീനുകളുണ്ട്. ഓരോന്നിന്റെയും പ്രൈസ് വ്യത്യസ്തങ്ങളായിരിക്കും. റേറ്റ് അനുസരിച്ച് മെഷീന്റെ പെർഫോമൻസും സ്റ്റോറേജ് കപ്പാസിറ്റിയും ഒക്കെ വ്യത്യാസമായിരിക്കും. 1 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം, 3 ലക്ഷം, 8 ലക്ഷം അങ്ങനെ പോകും. ഓരോന്നിനും ഡിഫറന്റ് ആയിരിക്കും അതിന്റെ പ്രവർത്തനങ്ങൾ. ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ധാരാളം മെഷീനുകൾ അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുക. നിങ്ങൾക്ക് അവിടെ നിന്നും വാങ്ങാൻ പറ്റും. ഐസ് ബാർ ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് മെഷീൻ വാങ്ങുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ട്രെയിനിങ് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഐസ് ബാർ ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ഐസ് ബാർ ഉണ്ടാക്കിയതിന് ശേഷം റീറ്റെയിലോ അല്ലെങ്കിൽ ഏജൻസികളുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടൊക്കെ ഇത് സപ്ലൈ ചെയ്യാവുന്നതാണ്. റീറ്റെയിലേഴ്സിന് നിങ്ങൾക്കത് ചെറിയ ചെറിയ പീസുകളായിട്ട് കൊടുക്കാവുന്നതാണ്. എന്നാൽ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ബാറായിട്ട് വേണം അത് കൊടുക്കാൻ. ഇതിന്റെ മാർക്കറ്റിൽ നോക്കിയാൽ നിങ്ങളുടെ ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 5-6 സിറ്റി നിങ്ങൾ നോക്കണം. അങ്ങനെ നോക്കിയതിന് ശേഷം അവിടെയുള്ള ജ്യൂസ് ഷോപ്പ് ആണെങ്കിലും ഫിഷ് ഏജൻസി ആണെങ്കിലും ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കി അവരുമായിട്ട് കോൺടാക്ട് വെച്ച് അവിടെ നിങ്ങൾക്കിത് സപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സമീപത്തുള്ള എല്ലാ സിറ്റികളിലെയും ചെറിയ കടകളാണെങ്കിൽ പോലും അവിടെ ചെന്ന് അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കൂടുതൽ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിങ്ങളുടെ പ്രോഡക്റ്റിനെ പറ്റിയൊക്കെ പറഞ്ഞ് അതിന്റെ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളിത് സ്ഥിരം എത്തിച്ചുകൊള്ളാമെന്നൊക്കെ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഇത് സപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിനു മുമ്പ് അവർ എവിടെ നിന്നാണ് വാങ്ങിക്കൊണ്ടിരുന്നത് അവർ കൊടുക്കുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ ഒരു റേറ്റിൽ നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അത് വാങ്ങാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പേപ്പർ ആർട്സ് ആയിട്ടും ലോക്കൽ TV ആർട്സ് ആയിട്ടും സോഷ്യൽ മീഡിയ വഴിയൊക്കെ നിങ്ങൾക്ക് ഇത് പരസ്യങ്ങൾ കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഈ ഐസ് ബാറിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മാർക്കറ്റ് സാധ്യതകൾ ഒരുപാടാണ്. നിങ്ങൾ അതിനെപ്പറ്റി അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ ധാരാളം സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഇത് സപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നോക്കിയാൽ നിങ്ങൾ ഒരു 4 ലക്ഷം രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ഓട്ടോമാറ്റിക് മെഷീൻ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഓട്ടോമാറ്റിക് മെഷീൻ ആകുമ്പോൾ നിങ്ങൾ അത് കൈകൊണ്ട് കൂടുതൽ പ്രവർത്തിപ്പിക്കേണ്ടി വരില്ല. മെഷീൻ തന്നെ അത് കംപ്ലീറ്റ് പ്രോസസ്സും ചെയ്തോളും. നിങ്ങൾ പ്ലാന്റ് സ്ഥാപിക്കുന്ന സ്ഥലം റെന്റിനുള്ളതാണെന്നുണ്ടെങ്കിൽ അതിന്റെ റെന്റിനുള്ള എമൗണ്ട് ചിലപ്പോൾ 1-2 ലക്ഷം എത്രയാണോ അത്രയാവും. ഒരു ദിവസം നിങ്ങൾക്ക് 25,000-ഓളം കിലോ പ്രൊഡക്ഷൻ ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. വലിയ വലിയ കമ്പനികളിലൊക്കെ 10 ടണ്ണോളം ഒരു ദിവസം ആവശ്യമായിട്ട് വരും. 50,000 രൂപ വരെ ഒരു ദിവസം നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് കൂടിയാണിത്. ഈ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കുറച്ച് എഫേർട്ട് എടുത്ത് കുറച്ച് ഓർഡറുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് വലിയൊരു ലാഭം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് ആണിത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഇൻവെസ്റ്റ് മുടക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി അന്വേഷിച്ചതിന് ശേഷം ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് ആരംഭിക്കാവുന്നതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ബിസിനസ് ഏതാണെന്ന് നോക്കാം. ഈ ഒരു ബിസിനസ്സും ലൈഫ് ലോങ് ഡിമാൻഡ് ഉള്ള ഒരു ബിസിനസ് ആണ്. ഒരിക്കലും യാതൊരു നഷ്ടവും വരില്ല. നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. വിദേശത്തൊക്കെ നല്ല ഡിമാൻഡ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണിത്. ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് വലിയൊരു ഫാക്ടറിയുടെ ഒന്നും ആവശ്യമില്ല. കുറച്ച് സ്റ്റോറേജ് സ്പേസും കുറച്ച് മേക്കിംഗ് സ്പേസും മാത്രം നിങ്ങൾക്ക് ഉണ്ടായിരുന്നാൽ മതി. നഴ്സറി ട്രേ മാനുഫാക്ചറിംഗ് ബിസിനസ് ആണ് നമ്മൾ രണ്ടാമതായിട്ട് പറയാൻ പോകുന്ന ബിസിനസ്. നഴ്സറി ട്രേ എല്ലാവരും കണ്ടിട്ടുണ്ടാകും.
ചെടികളൊക്കെ വളർത്തുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലാന്റ് നഴ്സറികളിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ട്രേകൾ കണ്ടിട്ടുണ്ടാകും, ചിലപ്പോൾ വീടുകളിൽ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടാകും. ഈ ഒരു ബിസിനസ് രണ്ട് രീതിയിൽ ചെയ്യാൻ സാധിക്കും. ഒന്ന്, നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് ആരംഭിച്ചുകൊണ്ട് മെഷീനൊക്കെ വാങ്ങിക്കൊണ്ട് ഇത് നിർമ്മിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ബിസിനസ് ആരംഭിക്കാൻ പറ്റും. രണ്ടാമതായിട്ട്, ഇങ്ങനെ നിർമ്മിക്കുന്ന കമ്പനികളിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങി നിങ്ങൾക്കത് സെല് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് ആരംഭിക്കാം. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന് അനുസരിച്ച് വേണം നിങ്ങൾ അത് തീരുമാനിക്കാനായിട്ട്. പ്ലാന്റ് നഴ്സറികളൊക്കെ ഇത്രയും ട്രൈ ഉപയോഗിച്ചുകൊണ്ടാണ് പ്ലാന്റുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം നഴ്സറികളിൽ ഈ ഒരു പ്രോഡക്റ്റിന് നല്ല ആവശ്യമുണ്ട്. സീഡ്സുകൾ ഈ ഒരു ട്രയൽ വെച്ചാണ് അവർ മുളപ്പിച്ചെടുക്കുന്നത്. സാധാരണ നിലത്തൊക്കെ വെച്ചോ അല്ലെങ്കിൽ മറ്റ് മെത്തേഡുകളിലൊക്കെ സീഡ്സ് മുളപ്പിക്കുന്നതിന് പകരം ഇത്തരം ട്രേകളാണ് മിക്ക നഴ്സറികളും ഉപയോഗിച്ച് വരുന്നത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഈ ഒരു ട്രയൽ സീഡ് മുളപ്പിക്കുമ്പോൾ അതിന്റെ വിന്നിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 97%. അത്രത്തോളം തന്നെ സക്സസ് ഉണ്ട്. റീയൂസബിൾ പ്ലാസ്റ്റിക് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ട്രേ നിർമ്മിക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ വിഷയം ഉണ്ടാകില്ല. അതുപോലെ നമുക്ക് പരിസ്ഥിതി മലിനീകരണം തടയാനും സാധിക്കും. ഇതൊരു എക്കോ ഫ്രണ്ട്ലി ബിസിനസ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോണൊക്കെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾക്ക് ഇതിന്റെ റാ മെറ്റീരിയൽ കളക്ട് ചെയ്തുകൊണ്ട് അത് ക്രഷ് ചെയ്ത് വീണ്ടും റീയൂസ് ചെയ്യാവുന്നതാണ്. ഗ്രീൻ ഹൗസ്, എയറോപോണിക്, ഹൈഡ്രോപോണിക്സ്, വെർട്ടിക്കൽ ഫാമിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഈ ഒരു ട്രേ വളരെയധികം പ്രയോജനപ്രദമാണ്. അപ്പോൾ ഇതിൽ മുളയ്ക്കുന്ന ചെടികളുടെ റൂട്ടിന് യാതൊരുവിധ കേടുപാടും കൂടാതെ തന്നെ നല്ല രീതിയിൽ ഇത് ചെടി മുളച്ചു വരുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ്. ടൊമാറ്റോ, ചില്ലി, കാബേജ്, ക്യാപ്സിക്കം മുതലായവയെല്ലാം ഈ ഒരു ട്രേയിൽ മുളപ്പിച്ചെടുക്കാവുന്നവയാണ്. അതുപോലെ തന്നെ ഫ്ലവറിംഗ് പ്ലാന്റ്സും ഒക്കെ മുളപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു ട്രേ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ റോ മെറ്റീരിയൽസ് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. കിലോയ്ക്ക് 22 രൂപ മുതലൊക്കെ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ കിട്ടും. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇനി ഒരു ട്രേ ഉണ്ടാക്കുന്നതിന് സെമി ഓട്ടോമാറ്റിക് മെഷീനും ഉണ്ട്, അതുപോലെ തന്നെ ഫുൾ ഓട്ടോമാറ്റിക് മെഷീനും ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തികം അനുസരിച്ച് ഏത് വേണമെങ്കിലും വാങ്ങാവുന്നതാണ്. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ചെന്നൈയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മെഷീനുകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് നേരിട്ട് വാങ്ങാവുന്നതാണ്. 3 ലക്ഷം രൂപ നിരക്കിലൊക്കെ ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഈ ഒരു ട്രേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം. ഈ ഒരു ഷേപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മോൾഡിംഗ് മെഷീൻ ആവശ്യമാണ്. അത് 20,000 25,000 രൂപ നിരക്കിൽ നിങ്ങൾക്ക് മോൾഡിംഗ് മെഷീനുകൾ വാങ്ങാൻ കിട്ടും. നിങ്ങൾക്ക് മോൾഡ് ഏതൊരു ഷേപ്പിലാണോ ഉണ്ടാക്കേണ്ടത് ആ ഷേപ്പിനനുസരിച്ചുള്ള മോൾഡിംഗ് മെഷീനുകൾ വേണം നിങ്ങൾ വാങ്ങാനായിട്ട്. ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് പലർക്കും സംശയം കാണും. എന്നാൽ നിങ്ങൾ എവിടെ നിന്നാണോ മെഷീൻ വാങ്ങുന്നത് അവിടെ നിങ്ങൾക്ക് ഇതിന്റെ ട്രെയിനിങ് ഒക്കെ കിട്ടും. ഈ ഒരു ബിസിനസിന്റെ ഇൻവെസ്റ്റ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 ലക്ഷം രൂപ കൊടുത്ത് നിങ്ങൾക്ക് മെഷീൻ എടുക്കാവുന്നതാണ്. ഒരു 20,000 രൂപ നിരക്കിൽ നിങ്ങൾക്ക് റോ മെറ്റീരിയൽസും വാങ്ങാം. അതുപോലെ ഇതിന്റെ മോൾഡ് ഒരു 25,000 രൂപ വരും. പിന്നെ നിങ്ങൾക്ക് മാനുഫാക്ചറിംഗ് പ്ലാന്റ് സെറ്റ് ചെയ്യുന്നതിന് ഒരു 1 ലക്ഷം രൂപ ചിലപ്പോൾ അഡ്വാൻസ് കൊടുക്കേണ്ടി വരും. പിന്നെ കുറച്ച് ലേബേഴ്സ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. ഈ ഒരു 3 ലക്ഷത്തിന്റെ മെഷീനിൽ ഒരു മണിക്കൂർ നിങ്ങൾക്ക് 900 പീസ് ഉണ്ടാക്കാൻ സാധിക്കും. ഒരു ഇൻഡസ്ട്രിക്ക് കുറഞ്ഞത് 5000 പീസെങ്കിലും കൊടുക്കുന്ന തരത്തിൽ വേണം നിങ്ങൾ ഈ ഒരു ബിസിനസ് പ്ലാൻ ചെയ്യാനായിട്ട്. ഒരു ദിവസം 8 മണിക്കൂർ മെഷീൻ പ്രവർത്തിപ്പിച്ച് കഴിഞ്ഞാൽ 7000 പീസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും സെയിൽ ചെയ്യാൻ സാധിക്കും. ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ വെബ്സൈറ്റുകളിലൂടെയൊക്കെ നിങ്ങൾക്കത് സെയിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇന്ത്യ മാർട്ടിലൂടെയൊക്കെ നിങ്ങൾക്കത് സെയിലായിട്ട് ഹോൾസെയിലായിട്ട് ചെയ്യാൻ പറ്റും. ഓഫ്ലൈനായിട്ട് ആണെന്നുണ്ടെങ്കിൽ കൊമേഴ്ഷ്യൽ നഴ്സറി വെച്ചിരിക്കുന്നവർക്കോ എയറോപോണിക്സ് ചെയ്യുന്നവർക്കോ ഹൈഡ്രോപോണിക്സ് ചെയ്യുന്നവർക്കോ ഒക്കെ നിങ്ങൾക്കത് സെയിൽ ചെയ്യാവുന്നതാണ്. ഹോൾസെയിൽ ഡീലേഴ്സുമായിട്ടൊക്കെ ഒരു കോൺടാക്ട് വെച്ചതിന് ശേഷം നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് നിങ്ങൾ നല്ലൊരു റേറ്റ് ഒക്കെ ഇട്ടുകൊണ്ട് ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വാങ്ങും. നിങ്ങളുടെ ബിസിനസ് കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഫോറിൻ കൺട്രീസിലേക്ക് എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് നല്ലൊരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ 2 ബിസിനസ് ആശയങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ കാണാൻ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.